അതിൽ ഇത് നമ്മുടെ രഞ്ജിത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞ് ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് ഈ ഒരു മൂവിയിൽ ഈ സ്റ്റോറി അല്ലാണ്ട് ആകർഷിച്ച മറ്റൊരു ഘടകം എന്തായിരിക്കും? ഇതിൽ സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി തന്നെ. പിന്നെ ഇതിലെനിക്ക് വായിച്ചപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിലെ ഡയലോഗ്സും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ, അത് കുറച്ച് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണാണ്. പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കുള്ള കുറേ ചെറിയൊരു 2 ടൈപ്പ് ആളുകളാണല്ലോ, ഓരോരോ ക്യാരക്ടേഴ്സ്. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണും ആണല്ലോ മൊത്തത്തിൽ. കഥ തുടങ്ങി പിന്നെ അങ്ങനെ പോയി പിന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അത് ആദ്യം തന്നെ കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇതിലെ ക്യാരക്ടറിൻ്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാനറിസം കേട്ടാൽ ഇപ്പോൾ ഭയങ്കര കുറച്ചും കൂടി, കാരണം സ്ഥിരം ചെയ്യുന്നതിലും വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയുമാണല്ലോ, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കഥ കേട്ട അമ്പുക്കാർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി എല്ലാവരും വന്നപ്പോൾ ഇഷ്ടമായി. നേരത്തെ ചോദിച്ചാൽ അതിൽ ഇൻപുട്ട് അങ്ങനെ ഉണ്ടായില്ല, സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള ഡൗട്ടും കറക്റ്റായിട്ടുള്ള ആൻസറും വരുന്നതുകൊണ്ട് വലിയ ഇതുണ്ടായില്ല. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യം മാത്രം. അതിലെ ഡിസ്കഷൻ എല്ലാവരും ഉണ്ടല്ലോ, ഷൈജിയും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആയിട്ട് നമ്മൾ എന്തെടുത്താണെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന സീനെ കുറിച്ചൊരു ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് അധികം ഡിസ്കഷൻ വരും. നൈറ്റ് തന്നെ അതിലൊരു രൂപം ഉണ്ടായിരുന്നു. ഇത് തന്നെ അതിൽ ഇത് നമ്മുടെ രഞ്ജിത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞ് ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് കൂലി ഫിലിമിൻ്റെ വർക്കിലാണ്. പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ഉള്ള കാസ്റ്റും അതിൽ ക്രൂവും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂലി മൂവി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് മാറാന്നുള്ളത്, ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു പരിപാടി. അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് മെയിൻ റോളാണ്. അതിപ്പോൾ ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ്. ആരാ പറഞ്ഞ? എന്നോട് പറഞ്ഞു. എനിക്കറിയാം, കുറേ ലേയേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ തന്നെ കുറേ കഥ പറയുമ്പോൾ തന്നെ നമ്മളത്തെ ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പല പല ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിലും മാറി മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ എന്താ പറയുക, വേറെ രീതിയിലുള്ള ലോകേഷ് കനകരാജിൻ്റെ വേറെ രീതിയിലുള്ള മൂവിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജനി സാറിൻ്റെ കാലൊക്കെ പെർഫോമൻസാണ്. എല്ലാവരും അടിപൊളിയായിരിക്കും. ഈ വർഷം ഉണ്ട്. അതിനെ പറഞ്ഞു കൂലി മൂവി കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടി ഡയറക്ഷനിലോട്ട് കയറി. പറയാം, സമയമുണ്ട്, എന്തോരം കിടക്കണം. ദുൽഖർ മൂവി തന്നെയാണ് അടുത്ത്.